ഈ സ്ലാങ്ങിലേ ഇമോഷൻ കൺവേ ചെയ്യുമ്പോൾ പണ്ട് ഇപ്പൊ ഒരു സിനിമയിലത്തെ ഒരു കഥാപാത്രം പറയുന്നത് ഒരു സ്ലാങ് ആണെങ്കിൽ പെട്ടെന്ന് അയാൾ ഇമോഷനിലേക്ക് സ്വിച്ച് ചെയ്താൽ പിന്നെ അവിടെ അച്ചടി മലയാളം കയറി വരും പലപ്പോഴും. അങ്ങനത്തെ അവസ്ഥകളുണ്ടായിരുന്നു ഞങ്ങളുടെ ഹെഡ് മാഷ് പഠിപ്പിച്ചത് ഞങ്ങൾ അങ്ങനെയല്ല. ഇവിടെ എന്താ പഠിപ്പിച്ചിരിക്കുന്നത്? ഞങ്ങളുടെ ഹെഡ് മാസ്റ്റർ പറയുന്നത് വെച്ചാൽ അതെന്താണോ അതിന്റെ കണ്ടിന്യൂറ്റി അതനുസരിച്ച് മുമ്പോട്ട് തന്നെ പോകുന്നുള്ളതാണ്. എനിക്ക് മനസ്സിലായി. രാജമാണിക്യത്തിലൊക്കെ ശരിക്കും പറഞ്ഞാൽ മുപ്പൊരു മറ്റേ എന്നാലും നീ വന്നതിൻ്റെ അടുത്ത് പറഞ്ഞു കളഞ്ഞല്ല എന്റെ ഇടത് ഭാഗം കാണാൻ പറ്റത്തില്ലെന്ന്. ഒരിടം എന്തോ അതിപ്പോ ശരിക്കും പറഞ്ഞാൽ പുള്ളി ആ സ്ലാങ്കിൽ തന്നെ പറഞ്ഞ പുള്ളി അവിടുന്ന് എക്സിറ്റ് അടിക്കണത്. മനോജന്റെ അടുത്ത് പറഞ്ഞ ഡയലോഗില് പുള്ളി ആ സ്ലാങ് തന്നെ അതേ കണ്ടിന്യൂറ്റി ഉണ്ടല്ലോ. ആ സമയത്ത് മാത്രം ട്രിവാൻഡ്രം കട്ട് ചെയ്തിട്ട് പ്രാദേശികത്വം പിടിക്കാതെ നോർമൽ മലയാളം അല്ല പുള്ളി പറഞ്ഞത്. കളങ്കാവിൽ അദ്ദേഹം സംസാരിക്കുന്ന ഉദ്യോഗസ്ഥർ സംസാരിക്കുന്ന ഒരു സ്ലാങ് ആണല്ലോ. ഓഫ് ആണല്ല, അങ്ങനെയൊക്കെയാണല്ലോ സംസാരിക്കുന്നത്. അതും ഒരു വ്യത്യാസം, ശ്രമമുണ്ട് അദ്ദേഹത്തിന്റെ ഭയങ്കരമായിട്ട്. അതിലൊരു ഒരു ചെറിയൊരു തലോടൽ മാത്രമേ ഉള്ളൂ അല്ലെ? മാർത്താണ്ഡം അല്ല? അതെ, മാർത്താണ്ഡം ബോർഡറിലാണ്. അപ്പൊ ഇവിടെ ഇപ്പൊ കാസർഗോഡ് ഭാഷയിലൊന്ന് ഇമോഷണൽ ആവണം, അല്ലെങ്കിൽ കാസർഗോഡ് ഭാഷയിൽ ഞെട്ടണം. അപ്പൊ അതിനൊക്കെ എങ്ങനെയാ സ്ക്രിപ്റ്റിലുണ്ട്? കാസർഗോഡ് ഭാഷ ഞെട്ടാനോ? ഞെട്ടലല്ല, അതായത് ഒരു രീതിയൊക്കെ ഉണ്ടാക്കുമ്പോ കാസർഗോഡ് ഭാഷ ഞെട്ടോ. ഓ അങ്ങനെ. ഏറ്റവും പ്രിയപ്പെട്ട വെബ് സീരീസുകൾ ഏതൊക്കെയാ? അല്ലെങ്കിൽ വെബ് സീരീസ് എന്ന് പറയുമ്പോൾ ആദ്യം കണ്ട വെബ് സീരീസ് അങ്ങനെ ഓർമ്മയിൽ ഏതാ വരുന്നത്? ഒരുപാടുണ്ട്. ഇപ്പൊ ആദ്യം കണ്ടത് എനിക്ക് തോന്നുന്നു ഞാൻ ഫസ്റ്റ് തുടങ്ങിയത് നാർക്കോസാണ്. അതാണ് ഞാൻ ഫസ്റ്റ് കണ്ടത്. പക്ഷെ അത് അങ്ങനെ അതാണ് എൻ്റെ ആദ്യത്തെ. പക്ഷെ എനിക്കത് മറ്റെന്താ പറയാ, എല്ലാ ദിവസവും ഓരോ എപ്പിസോഡ് വെച്ച് ഞാനും മറ്റേ 2019 പക്ഷെ വെബ് സീരീസിന്റെ പരിപാടി തുടങ്ങി. എനിക്ക് ഒരുപാട് കാലം ആൾക്കാർ തുടങ്ങിയവരുണ്ട്. ഞാൻ മുള്ളേരിയയിൽ ഇതുപോലെ തന്നെ എനിക്ക് കാസർഗോഡ് ഭയങ്കര പ്രിയപ്പെട്ടതാണ്. കാരണം ഞാൻ ചെയ്തിരിക്കുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ പടങ്ങളുടെ ബ്ലോക്ക് ബസ്റ്ററാണ്. കണ്ണൂർ സ്ക്വാഡ്, ഉണ്ട, പിന്നെ ഒരു പടം നമ്മൾ വിചാരിച്ചത്ര പോയില്ല, പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞിട്ട്. ബാക്കിയല്ലാതെ നമ്മൾ കാസർഗോഡ് ഇപ്പൊ തന്നെ ഞാൻ കഴിഞ്ഞ വർഷം പാമ്പള്ളി എന്നുള്ള സംവിധാനത്തെ ഒരു പടം ചെയ്തിരുന്നു. അതും വിസ്റ്റാവില്ലേജ്. അത് പിന്നെ ഇതാണ്. അപ്പോൾ നമുക്ക് കാസർഗോഡൊന്നും ഭയങ്കര പ്രിയപ്പെട്ടതാണ്. പിന്നെ ആൾക്കാര് ഞാൻ പറഞ്ഞത് തന്നെ, ഞാൻ ഉണ്ട മൂവി ചെയ്യുമ്പോൾ അവിടെ നമ്മുടെ സൂപ്പർ മാർക്കറ്റിന്റെ അടുത്ത് മുകളിലുള്ളത് ഒരു ഇതിലടാ ഹോട്ടലിലടാ മുകളിലേക്ക് കയറിട്ടട ഭാഗത്തേക്ക് പേര് പറഞ്ഞുപോയി. അപ്പൊ അവിടെ പയ്യൻ നമ്മുടെ പ്രൊഡക്ഷൻ ഫ്ലോറിന് പറയുമ്പോൾ തന്നെ ഇവൻ എനിക്ക് എല്ലാ ദിവസവും 2 വെള്ളയപ്പം ചിക്കൻ്റെ കറിയും കൊണ്ടുവരും. അപ്പൊ അത് അന്നത്തെ റേറ്റ് വെച്ചിട്ട് 180-200 രൂപ ഉണ്ട്. ഇവനുണ്ട് 50 രൂപ വാങ്ങുള്ളൂ. അവൻ്റെ റൂമിൽ കൊണ്ടുവരും. റൂമിൽ കൊണ്ടുവന്നപ്പോൾ ഞാൻ പറഞ്ഞ കുറച്ച് കുഴപ്പമില്ല സാർ, നിങ്ങൾ കഴിക്കുക, നിങ്ങൾ കഴിക്കുക പറഞ്ഞപ്പോൾ ഭയങ്കര. അപ്പൊ നമ്മൾ വർഷപ്രതിനായിട്ട് കഴിക്കുകയും ചെയ്യും. അത് കഴിഞ്ഞ് അവൻ്റെ അവസാന സ്നേഹം കാണിച്ച പണിയൊന്നല്ല അവൻ്റെ. സാറേ നമ്മുടെ ഫ്രണ്ട്സ് ചിലപ്പോൾ രാത്രി വരുന്നുണ്ട് കേട്ടോ, നിങ്ങളൊന്ന്. അപ്പൊ ഞാൻ രാത്രി എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ചത് നമ്മൾ വരണതേ 10 മണിയാണ്. ഒരു 10:30 നമ്മൾ ഉദ്ദേശിക്കുന്നത്. 1:30 മണിക്ക് വന്നിരിക്കുകയാണ് ഒരു ഗ്യാങ് ഫുൾ ആൾക്കാർ. ഇവരെ ടർഫിലൊക്കെ പോയി കളിച്ചിട്ട് അവരെല്ലാരും കൂടി ഇവന്റെ ഫ്രണ്ട്സാണ്. അപ്പൊ ഇവര് വന്നിരിക്കുകയാണ്. വെച്ചാൽ ഇവർക്ക് ഫോട്ടോ എടുക്കണം. അപ്പൊ ഞാൻ ചോദിച്ചത് ആള് മാറിപ്പോയിട്ടൊന്നുമില്ലല്ലോ, 1:30 മണിക്ക് ഫോട്ടോ എടുക്കാൻ മാത്രം പറഞ്ഞ് അത് സാർ കുഴപ്പമില്ല നിങ്ങൾ എടുക്കുന്ന. അവർ ഭയങ്കര ഹാപ്പി ആയിട്ടൊന്ന് എടുത്തിട്ട് പോയി. അപ്പൊ അങ്ങനെ എനിക്ക് കാസർഗോഡിനെ കുറിച്ച് എപ്പോഴും ഭയങ്കര. ഫോട്ടോ എടുത്തതിന് ശേഷം വെള്ളപ്പം കൊണ്ടുവന്നു. പിന്നെ തന്നു അങ്ങനെ പോകുന്നത് നമ്മള് ലാസ്റ്റ് ദിവസം വരെ തന്നെ. അപ്പൊ അങ്ങനെ നമുക്ക് ഭയങ്കര വെള്ളയപ്പ ബന്ധം. വെള്ളയപ്പ ബന്ധം മാത്രമല്ല, കുറച്ചും കൂടി നമ്മൾ പറയില്ലേ, അത് ഭയങ്കര ഒട്ടും ഫേക്ക് അല്ലാതെ കാര്യങ്ങൾ നടക്കേണ്ടി മാത്രം ഉള്ള ഒരു ബന്ധമല്ല അത്. അങ്ങനെ ഭയങ്കര ജെന്യൂൻ ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഫീൽ ചെയ്യാറുണ്ടോ? അബു സലീം, ഈ ഇൻസ്റ്റാഗ്രാമിലെ ഒരു ഫാൻ ബേസും അല്ലെങ്കിൽ അതിന്റെ സ്റ്റാർ ഇമേജും ഒക്കെ സിനിമകൾ കിട്ടാൻ വേണ്ടി ഹെൽപ്ഫുൾ ആവുന്നുണ്ടോ? ഇല്ല, അത് ഓഡിയൻസ് വേറെ, രണ്ടും വേറെ. ലൈക്ക് ഉണ്ടാവും. എൻ്റെ ഇപ്പൊ ഒരു ഫോളോവേഴ്സില് എല്ലാവരും ആയിട്ടുണ്ടാവില്ല, എന്തായാലും ചെറിയൊരു പെർസെൻറ്റേജ് നല്ല സിനിമയായിട്ടുള്ള നോളജ് ഉള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഓഡിയൻസ് ലൈക്ക് സിനിമയുടെ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഡീപ്പാ ഓഡിയൻസ്. റീൽസ് എന്ന് പറയുമ്പോൾ 1 മിനിറ്റ് 30 സെക്കൻഡ്സ് അതിലുള്ള ചെയ്യുമ്പോൾ അത് വെച്ചിട്ടേ ജഡ്ജ് ചെയ്യുള്ളൂ. പക്ഷെ സിനിമ പറയുമ്പോൾ ത്രൂ ഔട്ടില്ലേ, അങ്ങനത്തെ ഡിഫറൻസാ. ഈ അതിനകത്ത് ഇൻസ്റ്റാഗ്രാമിലുള്ള ഫാൻ ഫോളോയും കാര്യങ്ങളൊക്കെ കാണുമ്പോഴേ ഇപ്പം അവിടെ നിന്ന് ആരെങ്കിലും, അതായത് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ചെയ്യുന്ന ആളുകളൊക്കെ കൂടി ഒരുമിച്ച് ഒരു സിനിമ സംഭവിക്കുക, സിനിമ വർക്ക്ഔട്ട് ചെയ്തെടുക്കുക, അങ്ങനത്തെ ആലോചനകളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ആലോചന ഉണ്ടായിട്ടില്ല. പറഞ്ഞു വന്നത് എന്റെ ടോൺ മാറിപ്പോയി. ആലോചന ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അങ്ങനെ ആലോചന ഉണ്ടായിട്ടില്ല. പക്ഷെ നിങ്ങൾ റീൽ ഷൂട്ട് ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര എഫേർട്ട് എടുത്ത് കൃത്യമായിട്ട് സ്റ്റണ്ടൊക്കെ പെർഫോം ചെയ്ത് സ്ലോ മോഷൻ ഒക്കെ ചെയ്ത്
അപ്പൊ നോർമലി നാച്ചുറലി അങ്ങനെ വരുമല്ലോ നമുക്ക്, എന്നാ പിന്നെ നമുക്കൊരു ഓൺ ഇൻഡിപെൻഡന്റ് സിനിമ ചെയ്ത് ഇതാകുമ്പോ വലിയ ടീംസ് വേണ്ട, ഇതാകുമ്പോ ചെറുതായിട്ട് എഫേർട്ട് വേണം, പക്ഷെ ക്രിയൂ ആണെങ്കിലും കാസ്റ്റ് ആണെങ്കിലും എല്ലാം ഒതുങ്ങും അവിടെ. അല്ല മൂപ്പര് അങ്ങനെ ചെറുതാണെങ്കിൽ പോലും ആ ചെറിയ സംരംഭം കുറച്ചും കൂടി ഇതേപോലെ തന്നെ ഷോർട്ട് ഡിവിഷൻ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടല്ലോ, അതിന്റെ തന്നെ എക്സ്പാൻഡ് പ്രശ്നമാണല്ലോ സിനിമ. അപ്പൊ അങ്ങനെ ഒരു തോട്ട് പ്രോസസ് നടക്കണ്ടോ അല്ലെങ്കിൽ നടത്താൻ താല്പര്യം ഉണ്ടെന്നാണ് നമ്മൾ ഉദ്ദേശിച്ചത് അല്ലേ? അതെ അതെ, താല്പര്യം ചോദിച്ചാൽ എന്തായാലും ഉണ്ടാവും. ബട്ട് അവിടെയൊക്കെ തോട്ട്സ് പോകുമ്പോ അതൊരു ഡിഫിക്കൽട്ടായിട്ട് ഫീൽ ആവുമ്പോ പിന്നെ ഇത് തന്നെ മതി ചിന്തിക്കാറില്ല. ഇതിൽ തന്നെ ഇപ്പൊ എന്താ കുറച്ച് ബ്രേക്ക് എടുത്തിരിക്കണേ? ഇപ്പൊ പേഴ്സണലായിട്ട് കുറച്ച് പ്രോബ്ലംസ്. അങ്ങനെ അങ്ങനെയൊക്കെ ബ്രേക്ക് എടുക്കാൻ പറ്റുന്നു. അങ്ങനെയൊക്കെ ബ്രേക്ക് എടുക്കില്ല ആളുകള്. ഓക്കെ, അല്ല ഞാൻ ഇൻഫ്ലുവൻസേഴ്സ് അങ്ങനെ ബ്രേക്ക് എടുക്കണമെന്ന് എനിക്ക് അറിയണ്ടായിരുന്നല്ലോ. അല്ല ഇൻഫ്ലുവൻസേഴ്സ് അങ്ങനത്തെ ഇതല്ല, ലൈഫിന്റെ. ഓ ഓ ഓ ഗേൾഫ്രണ്ട്സിന്റെ ഇഷ്യൂ ഇല്ല ഇല്ല, ഗേൾഫ്രണ്ട് ഇല്ല. ഗേൾഫ്രണ്ട് അല്ല, ഗേൾഫ്രണ്ട് ഇല്ല. അന്ന് മാറ്റി മറിച്ചു ഇങ്ങനെ പറയുന്നത്. സോറി ഇന്റർവ്യൂ എടുക്കുന്നത് മറന്നു. ഇല്ല, അബുസലീം കുറെ കാലമായിട്ട് പ്രണയമില്ലാത്തൊരു മനുഷ്യനാണ്. അത് നിങ്ങൾക്ക് ഞങ്ങളോട് പറയണത് അങ്ങനെയാ. ഇല്ല ഇല്ല, ഉള്ളതാ. അതെ, അന്നും അതായത് പണ്ട് നമ്മുടെ ഫ്രൈഡേ ഫിലിംസിന്റെ ഓണസ്റ്റാ, കൺസിസ്റ്റന്റ്ലി ഓണസ്റ്റ് ആയിട്ടുള്ള ഒന്നുമില്ലടാ, കൺസിസ്റ്റന്റ്ലി ഡിസോണസ്റ്റ്. എന്താ പറഞ്ഞ സുധീഷയുടെ കഥാപാത്രത്തെ കഥാപാത്രത്തിന്റെ പേര് ഡ്യൂപ്ലിക്കേറ്റ് റസാഖ്. വാവ്, ഏകദേശം മനസ്സിലായില്ല എന്താണ് ചെയ്യുന്നുള്ള കാര്യം. ഡ്യൂപ്ലിക്കേറ്റ് ആണല്ലോ മൊത്തം പാസ്പോർട്ടിന്റെ കാര്യം പറയുകയാണെങ്കിലും ബാക്കിയുള്ള, പക്ഷെ പാസ്പോർട്ടിലേക്ക് അങ്ങോട്ട് അത്ര ഹൈ ലെവലിലേക്ക് ഒന്നും പുള്ളി എത്തിയിട്ടില്ല. ആ റേഞ്ചിലേക്ക് പോയിട്ടുള്ള ആളല്ല പുള്ളി. പറഞ്ഞ പോലെ എന്താ പറയാ, സർട്ടിഫിക്കറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ആധാർ കാർഡ് അങ്ങനെയുള്ള പരിപാടികൾ, കാര്യങ്ങൾ, ഗവൺമെന്റിന്റെ രേഖകൾ, വില്ലേജ് ഓഫീസർ രേഖകൾ, അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ് പുള്ളി വളരെ ഈസി ആയിട്ട് ചെയ്തു കൊടുക്കും. ഈ ധീരന്റെ ക്യാരക്ടർ ഇപ്പൊ പറഞ്ഞ ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ് ചെയ്യുന്ന ക്യാരക്ടർ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ മറ്റ് മുമ്പ് ചെയ്തിരുന്ന അനിയൻ വേഷങ്ങളിൽ നിന്നൊക്കെ വെച്ച് കുറച്ചുകൂടി ഒരു സന്തോഷവും കുറച്ചുകൂടി ഒരു ജോഷും അനുഭവിക്കുന്നു. വളരെ സന്തോഷമുണ്ട്. എനിക്ക് ഇങ്ങനെയുള്ള എനർജറ്റിക് ക്യാരക്ടേഴ്സ് ചെയ്യാനാണ് കൂടുതൽ താല്പര്യം. കാരണം നമ്മളെ ബാക്കിയുള്ളൊക്കെ ഈ പറഞ്ഞ സെന്റിമെന്റൽ ടൈപ്പ് ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനതിൻ്റെതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ രീതിയിൽ. ജെന്യുവൻ ആയിട്ട് ഫീൽ, അതൊക്കെ വേറെ തന്നെ ആക്ടിങ്ങിന്റെ വേറൊരു രീതിയാണ്. പക്ഷെ ഇത് കുറച്ചുകൂടെ എന്താ പറയാ, നമ്മൾ അധികം ചെയ്യാത്തൊരു ഏരിയ ആയതുകൊണ്ട് എനിക്ക് ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ഇനിയും ഇഷ്ടം പോലെ ഉണ്ട് ചെയ്യാനായിട്ട്. അപ്പൊ അങ്ങനെയുള്ളത് വരണം എന്നാണ് എന്റെ ഒരു ആഗ്രഹം. ഈ ധീരന്റെ കഥാപാത്രം കണ്ടിട്ട് ആരെങ്കിലും ഇതുപോലത്തെ ഒരാളെ ഞങ്ങൾക്ക് അറിയാം, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരാളെ ഞങ്ങൾക്ക് പരിചയം, അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അറിയാം അങ്ങനെയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല, പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, നന്നായിട്ടുള്ള സംഭവം പറയുന്നുണ്ട്. ഞാൻ ഇങ്ങനത്തെ കുറെ ക്യാരക്ടേഴ്സിനെ കണ്ടിട്ടുണ്ട് പല സ്ഥലങ്ങളിൽ വെച്ചിട്ട്, പരിചയപ്പെട്ടവരൊക്കെ ഉണ്ട്. സ്ഥിരമായിട്ട് നമ്മൾ കൂടെ നടക്കുന്നല്ല പറയുന്നത്, ചിലരെ കാണുമ്പോൾ നമുക്ക് അറിയാലോ ഇയാൾ അങ്ങനെ ആയിരിക്കും എന്നുള്ളത്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് ക്യാരക്ടേഴ്സിനൊക്കെ ഞാൻ പല സ്ഥലത്ത് വെച്ച് കണ്ടിട്ടുണ്ട്. അത് ജോപ്പനാണല്ലോ എന്ന് പറയുന്നത് അങ്ങനെ തോന്നിയിട്ടുണ്ട് പലപ്പോഴും. അപ്പൊ ഈ അവരെ അങ്ങനത്തെ ഒരു ക്യാരക്ടറിനെ കണ്ടു കഴിഞ്ഞാൽ ഇയാളുടെ ബോഡി ലാംഗ്വേജ് അല്ലെങ്കിൽ ഇയാളുടെ ഒരു മാനറിസം ഇത് നമുക്കൊരു പടത്തിൽ ഉപയോഗിക്കാന്ന് വെച്ചിട്ട് അപ്പൊ തന്നെ മൈൻഡിൽ രജിസ്റ്റർ ചെയ്ത് വെക്കുവോ? മൈൻഡിൽ രജിസ്റ്റർ ചെയ്ത് വെക്കും, പക്ഷെ എന്നാ ഡയറക്ടർ പറയുന്ന പോലെയാണ് കൂടുതൽ ചെയ്യാറുള്ളത്. ഏകദേശം ഡയലോഗ് മോഡുലേഷനും കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹം പറഞ്ഞു തരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ നമ്മൾ അതിലേക്ക് ആ വേഷക്കെട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ അങ്ങനെ മാറും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. ഇപ്പൊ ഏത് വേഷമാണെങ്കിലും പോലീസ് വേഷം ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ അറിയാതെ ഒരു പോലീസുകാരനെ നമുക്കിന്നൊരു ഫീൽ ചെയ്യുന്ന ഒരവസ്ഥ വരും. രാഷ്ട്രീയക്കാരനാണെങ്കിൽ ആ ഖദറ കിട്ടി കഴിഞ്ഞാൽ നമ്മളറിയാതെ ഒരു പൊളിറ്റിക്കൽ ലീഡർ ആണെന്നുള്ള സംഭവം നമ്മളറിയാതെ മനസ്സിലേക്ക്. അതേ സമയത്ത് വളരെ എന്താ പറയാ ദാരിദ്ര്യം പിടിച്ച ഒരാളാണെങ്കിൽ, പാവപ്പെട്ട ഒരാളാണെങ്കിൽ ആ വേഷത്തിലും ഒക്കെ തന്നെ നമ്മളെ ഇതില് വരും എന്നുള്ളതാണ്. പിന്നെ നമ്മളിപ്പോ സ്പെഷ്യലായിട്ട് നോട്ട് ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ മനസ്സിലുണ്ടാവും അവിടെ ഇവിടെയൊക്കെ ആയിട്ട്, അത് നമ്മൾ അറിയാതെ നമ്മൾ അഭിനയത്തിൽ വന്നു പോവാ സംഭവിക്കാറുള്ളത്.